പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ പ്രമേയം. സൗജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാണ് പ്രമേയം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് അംഗം AK ഖമറുദ്ദീനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേർന്നു. ശാന്തകുമാർ, വളരെ കൗതുകമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കാര്യമാണല്ലോ അത്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര എന്ന UDF സർക്കാരിൻ്റെ നിലപാടിനെ അപ്പാടെ തള്ളുകയാണല്ലോ യഥാർത്ഥത്തിൽ ലീഗ് അവിടെ ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ സാഹചര്യം? മറ്റ് കോൺഗ്രസ് അംഗങ്ങളടക്കമുള്ളവർ എങ്ങനെ ആ പ്രമേയത്തോട് പ്രതികരിച്ചു? സനീഷ, 23 അംഗങ്ങളാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്തുള്ളത്. 23 അംഗങ്ങളിൽ 15 പേരും, അത് UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ UDF-നുള്ള 15 പേരും മുസ്ലിം ലീഗ് അംഗങ്ങളാണ്. 7 പേർ LDF അംഗങ്ങളും ഒരാൾ SDPI-യുമാണ്. ഇതിനകത്തെ ഒരു വിചിത്രമായ സംഭവം എന്ന് പറയുന്നത് ഈ 8 പേർ, അതായത് പ്രതിപക്ഷത്തുള്ള 8 പേരും ഈ പ്രമേയത്തെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് UDF സർക്കാർ കൊണ്ടുവന്ന ഒരു അഭിമാന പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. ആ പദ്ധതിയിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യം. പക്ഷേ ആ സൗജന്യ പദ്ധതിയിൽ സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണം. വിവിധ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഇത്തരം സർക്കാർ ജീവനക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അത് അർഹരായ ആളുകൾക്ക് നൽകണം. അങ്ങനെ ഒരു സാമൂഹ്യ നീതി നടപ്പാക്കണം എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ തന്നെ ഒരു ഉള്ളടക്കമുള്ളത്. ഒപ്പം തന്നെ ഈ പദ്ധതി മൂലം ഏറെ പ്രതിസന്ധിയിലായിട്ടുള്ളത് സ്വകാര്യ ബസ് മേഖലയാണ്. സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ ജീവനക്കാർ, അവരുടെ കുടുംബങ്ങളെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ പ്രമേയത്തിൽ. അതാണ് ഇപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതിയിൽ സർക്കാർ ജീവനക്കാരെ സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കാം, പക്ഷേ സർക്കാർ ജീവനക്കാരെ സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനകത്ത് അവരിൽ നിന്നും പണം ഈടാക്കണം, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നതാണ് ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ മറ്റൊന്ന്, ഈ പ്രമേയത്തിന്റെ ഉള്ള ചർച്ച ഇപ്പോഴും പഞ്ചായത്ത് തുടരുകയാണ്. രാവിലെ 11:30 മണിക്കാണ് ഇതിന്റെ ഭരണസമിതി യോഗം തുടങ്ങിയത്. ഈ ഭരണസമിതി യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖമറുദ്ദീനാണ് ഇതിന്റെ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഈ 23 പേരിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 15 പേരുടെ പിന്തുണ വേണം. ഈ ഭരണപക്ഷത്തുള്ള 15 പേരിൽ ഒരാൾ ഇന്ന് അവധിയാണ്. അപ്പോൾ 14 പേരുടെ പിന്തുണയേ ഉള്ളൂ. ഈ 3/2 ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാണ്. അതിന്റെ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്, അതായത് ഒരു മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രിയദർശിനി പദ്ധതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു കൗതുകവും ഒരു പ്രത്യേകതയുമുണ്ട്. സനീഷ്, ശരി.